സംവിധായകൻ രഞ്ജിത്തിനെ തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ലൈംഗിക അതിക്രമ കേസിൽ യുവനടിയുടെ പരാതിയിൽ ലൈംഗിക അതിക്രമ കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമാണ് തെളിവെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. ഷഹബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഷഹബാസ്, കാരവനിലടക്കം എത്തിച്ച് തെളിവെടുക്കുമെന്നുള്ളതാണ് വിവരം. ഹലോ 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 ഷഹബാസ്, കേൾക്കാമോ? ഹലോ ഹലോ അതിക്രമ കേസിലാണ് ഇപ്പോൾ മധു കേൾക്കാമെങ്കിൽ മധു ഇതാ സംവിധായകൻ രഞ്ജിത്തിനെ തെളിവെടുപ്പിനായി പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. AR ക്യാമ്പിലേക്കാണ് ആദ്യമായി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത്. അതായത് ഈ ലൈംഗികാതിക്രമം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ പരാതിയിൽ പറയുന്ന കാരവാനിൽ എത്തിച്ച് തെളിവെടുക്കാനായാണ് ആദ്യം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇതാ വൻ പോലീസ് സന്നാഹത്തോടുകൂടി സംവിധായകൻ രഞ്ജിത്തിനെ ഈ വനിതാ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. AR ക്യാമ്പിലേക്കാണ് ആദ്യമായി കൊണ്ടുപോകുക. അവിടെയാണ് ഈ കാരവാൻ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് കാരവാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിച്ചെടുത്ത് കൊച്ചിയിലേക്ക് എത്തിച്ചത്. 2 കാരവാനുകളുണ്ട്. ഈ കാരവാനിൽ ഒന്നിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം നടന്നു എന്ന് യുവതി പരാതി നൽകിയിരിക്കുന്നത്. ആ കാരവാനിൽ എത്തിച്ച് തെളിവെടുക്കുക എന്നാണ് ആദ്യമായി പോലീസ് ചെയ്യുക. ഒപ്പം അതിന് പിന്നാലെ കൂടുതൽ തെളിവെടുപ്പിലേക്ക് അടക്കം പോലീസ് കടക്കുമ്പോൾ വനിതാ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ ശേഷം രഞ്ജിത്തിനെ തെളിവെടുപ്പിനായി AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിച്ച 2 കാരവാനുകളും സൂക്ഷിച്ചിരിക്കുന്നത് AR ക്യാമ്പിലാണ്. ഈ ഒരു കാരവാനിലാണ് ഈ സംഭവം, അതായത് കഴിഞ്ഞ ജനുവരിയിൽ യുവനടിക്കെതിരായ ലൈംഗികാതിക്രമം നടന്നു എന്ന് പറയപ്പെടുന്നത്. ആ കാരവാനിൽ എത്തിച്ച വിശദമായ ഒരു തെളിവെടുപ്പിനാണ് പോലീസ് സംഘം ശ്രമിക്കുന്നത്. ഇന്നലെയാണ് സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ പോലീസിന് ലഭിക്കുന്നത്. ശരൺ, ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലും ഇതൊരു വ്യാജ പരാതിയാണ്, ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന നിലപാടാണ് രഞ്ജിത്ത് സ്വീകരിക്കുന്നത്. മാധു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്നലെ ഉച്ചയോട് കൂടിയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രഞ്ജിത്തിനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉദയംപേരൂർ CI, അദ്ദേഹമാണ് IO, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു. പക്ഷേ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ രഞ്ജിത്ത് എന്താണോ പറഞ്ഞത് അതിൽ തന്നെ രഞ്ജിത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഇതൊരു വ്യാജ പരാതിയാണ്, തനിക്ക് നിരവധി ശത്രുക്കളുണ്ട്, അങ്ങനെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്ന പരാതിയാണ് എന്നുള്ള മൊഴിയാണ് രഞ്ജിത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അല്പസമയത്തിനകം തന്നെ AR ക്യാമ്പ്, അതായത് എറണാകുളം AR ക്യാമ്പിലേക്ക് രഞ്ജിത്തിനെ എത്തിക്കുമെന്നുള്ളതാണ്. 2 കാരവാനുകളാണ് അവിടെ കിടക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഈ കാരവാനുകൾ പിടിച്ചെടുത്തിരുന്നത്. ഈ സംഭവം നടക്കുന്ന ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 2 കാരവാനുകൾ ഉണ്ടായിരുന്നു. ആ കാരവാനുകൾ പിടിച്ചെടുക്കുകയും അത് AR ക്യാമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും ഒരു കാരവൻ, അതായത് ഈ ഏത് കാരവാനിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നടന്നെന്നുള്ളത് ഇതിനെ തന്നെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആ കാരവാനിൽ എത്തിച്ചുള്ള തെളിവെടുപ്പാണ് നടക്കാനുള്ളത്. രഞ്ജിത്ത് ആവർത്തിച്ച് തന്നെ തനിക്കെതിരെയുള്ള ആരോപണം നിഷേധിക്കുകയാണ്. അപ്പോൾ ഇനി തെളിവെടുപ്പിനിടയിൽ എന്തെങ്കിലും രഞ്ജിത്ത് പോലീസിനോട് പറയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഒരുപക്ഷെ അത്തരത്തിലൊരു കൃത്യം ഇവിടെ നടന്നിട്ടില്ല എന്നായിരിക്കാം രഞ്ജിത്ത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുക. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ഇതിനകം തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഈ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ കാരവാന്റെ അകത്ത് CCTV ദൃശ്യങ്ങൾ പതിവുള്ളതല്ല, കാരവാന്റെ പുറത്ത് CCTV ഉണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന് ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ്. കാരണം ജനുവരി 30-നാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, 2 മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ബാക്കപ്പ് ഇല്ലാത്ത ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്ക് ശേഖരിച്ച് അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഡിജിറ്റൽ തെളിവുകൾ, വിവരങ്ങൾ നൽകിയത്. AR ക്യാമ്പിലാണ് ഈ 2 കാരവനുകളും ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടേക്കാണ് രഞ്ജിത്തിനെ ഇപ്പോൾ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി കൊണ്ടുപോകുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്.